ശരിക്കും അള്ളാഹു വേദക്കാരോട് എന്ത് കൽപ്പിച്ചു, നമ്മളോട് എന്ത് കൽപ്പിച്ചു അല്ലേ? ഇത് തന്നെയാണ് നമ്മോടും കൽപ്പിച്ചത്. അതിന് ആദ്യ ഭാഗം ശ്രദ്ധിച്ചു നോക്കൂ, ഇബാദത്ത് എന്താണെന്ന് പറയാണ്. സാധാരണ നമ്മൾ ആരാധന എന്നാണ് പറയുക അല്ലേ? ഇബാദത്തിന് ആരാധന എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ചടങ്ങ്, ഒരു കർമ്മം എന്ന അർത്ഥത്തിലാണ്. നമസ്കാരം ഒരു ആരാധനയാണ്. പക്ഷെ അള്ളാഹുവിന് അത് മാത്രമാണോ വേണ്ടത്? നമസ്കാരം കഴിഞ്ഞുള്ള സമയത്തെ ജീവിതവും അള്ളാഹുവിന് വിട്ടുകൊടുക്കണം അല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഇവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. അനുസരണം അള്ളാഹുവിന് മാത്രമാക്കാം. ജീവിതത്തിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഹലാലാണോ ഹറാമാണോ, ഞാൻ പറയാൻ പോകുന്ന വാക്ക് ശരിയാണോ അല്ലയോ, കൂട്ടുകാരോടുള്ള പെരുമാറ്റം ശരിയാണോ അല്ലയോ, ഓരോ കാര്യത്തിലും അള്ളാഹിനെ അനുസരിക്കാം. അവനിലേക്ക് മാത്രം സ്വന്തത്തെ തിരിച്ചു നിർത്തുക എന്നാണ്. പിന്നെ പ്രാക്ടിക്കൽ സൈഡ് പറയാണ്. എന്താണ്? ഒന്ന് നമസ്കാരം നിലനിർത്തലാണ്, മറ്റൊന്ന് സക്കാത്ത് നൽകലാണ്. എന്നിട്ട് പറയുന്നു ഇതാണ് ഏറ്റവും ചൊവ്വായ ദീൻ എന്ന് പറയുന്നു.